ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കുറെ നാൾക്ക് ശേഷം, അതായത് കുറെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ. ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റാണ്, അതായത് ഇവിടുത്തെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അൺബോക്സിംഗ് കടക്കാം. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും, നമ്മുടെ മലയാളി യൂട്യൂബേഴ്സ് ഒരാൾ പോലും അൺബോക്സ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കാണാൻ സാധ്യത വളരെ കുറവാണ് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ ഓൾറെഡി ഞാൻ ഈ ഒരു ബോക്സ് പൊട്ടിച്ചതായിരുന്നു. ഈ ഒരു ബോക്സ് പൊട്ടിച്ച് നോക്കിയായിരുന്നു. സോ അപ്പൊ ഈ ഒരു ബോക്സ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ്, ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു സോക്സ് ആണ്. നമ്മുടെ ഷൂവിന്റെ ഉള്ളിലൊക്കെ ഇടുന്ന ഒരു സോക്സ് ആണ്. പക്ഷെ ഈ ഒരു സോക്സിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. നോർമൽ സോക്സ് അല്ല. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വായിക്കുമ്പോ തന്നെ മനസ്സിലാവണുണ്ടായിരിക്കും എന്ത് സോക്സ് ആണ്. സോ നമുക്ക് ഇതിന്റെ അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു ബോക്സ് തുറക്കുമ്പോൾ ഈ ഒരു സംഭവമാണ് വരുന്നത് കേട്ടാ. ഞാൻ വച്ചിട്ട് നോർമൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാനുവൽ. ഇതിൽ കാണുന്ന ഈ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും ഇത് എന്ത് സോക്സ് ആണ്. അതായത് ബാറ്ററി വെച്ചിട്ട് നമ്മുടെ കാലിന്റെ അടി ഹീറ്റ് ചെയ്യുന്ന ഒരു സോക്സ് ആണ്. അതായത് നമുക്ക് വിന്ററിലൊക്കെ ഇടാൻ പറ്റിയ ഒരു സോക്സ് ആണ് ഇത്. ഇതതിന്റെ അവരുടെ ഒരു കോൾഡിൽ യൂസ് ചെയ്യണ മീനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തരുന്നത്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ബാറ്ററി കേട്ടാ. അതായത് ആ സോക്സിന്റെ ഒരു ബാറ്ററിയാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2 ബാറ്ററി കിട്ടും. 2 ബാറ്ററി, അതായത് ഓരോ കാലിന്റെ ഉള്ളിലെ സോക്സിനും വെക്കാനുള്ളത്. അതായത് ഇവിടെ കുത്തിയിട്ട് പവർ ഔട്ട് ചെയ്യുന്നത്. ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. നമുക്ക് ഈ ബാറ്ററി റീചാർജ് ചെയ്യാം. അതായത് ലിഥിയം പോളിമർ ബാറ്ററി 2 ബാറ്ററിയാണ് ഇത്. അപ്പൊ ഈ ഒരു സാധനം ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്തത് വരുന്നത് സോക്സ് ആണ്. ഈ ഒരു സോക്സ് ആണ് പിന്നെ വരുന്ന സംഭവം. ഈ ഒരു സോക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ സോക്സ് കാണാം നിങ്ങൾക്ക്. സോ ഇതാണ് സോക്സ്. സോ നമ്മൾ സോക്സ് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇതിന്റെ ഉള്ളിൽ ചൂട്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് നമ്മുടെ സോക്സിന്റെ ഉള്ളിൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലെഗിന് ഹീറ്റ് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോക്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു മെറ്റൽ പാർട്ട് പോയിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ ഈ 2 സോക്സ്, പിന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു സോക്സ് ആട്ടോ. ഇത് കണ്ട ഭയങ്കര ലെങ്ത് ഉള്ള സോക്സ്. ഇവിടെയാണ് നമ്മൾ ഈ ബാറ്ററി ഇടുന്നത്. അതായത് ഇതിങ്ങനെ തുറക്കും, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഇത് തുറന്നിട്ട് ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഉള്ളിലിടും. എന്നിട്ട് ഈ ഒരു സംഭവം നമ്മൾ ഇതിലിങ്ങനെ കുത്തും. സോ കുത്തി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇത് ഓണായി. അതായത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓണായി. അതിൻ്റെ ഓരോരോ ലെവലുകളാണ്. എത്ര ഹീറ്റ് വേണം എന്നുള്ളത് നമുക്ക് ലെവലുകളാണ്. 3 ലെവലാണുള്ളത്, 3 പോയിന്റിൽ. ഇത് പെട്ടെന്ന്, അതായത് ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ നിൽക്കുള്ളൂ. ഇത് 6 മണിക്കൂർ, പിന്നെ ഇത് 7 മണിക്കൂർ. അങ്ങനെയാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ ഈ ഒരു സോക്സിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഇതാവില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഹീറ്റായി വരും. എന്നിട്ട് നമുക്ക് സോക്സിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ഷൂവിന്റെ ഉള്ളിൽ വളരെ കോൾഡ് ഉള്ള സമയത്ത് ഒക്കെ ഇടുമ്പോൾ ഈ ഒരു സാധനം വളരെ ഹെൽപ്ഫുൾ ആട്ടാ. സോ നമ്മൾ ഇത് ഓഫ് ചെയ്യാണ്. പിന്നെ ഇതിൽ വരുന്നത് പറഞ്ഞാൽ ഈ ചാർജർ ആട്ടോ. അതായത് നമ്മുടെ ഈ സോക്സിന്റെ ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഡബിൾ ഇൻറ്റുള്ള, അതായത് ഇത് 1 ഇൻറ്റ്, ഇത് വേറെ. ഈ ഒരു ഇൻപുട്ടിൽ നിന്ന് 2 ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ചാർജർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പൊ ഈ ഒരു സോക്സ് എനിക്ക് തോന്നുന്നത് അധികാരം കാണാൻ സാധ്യതയില്ല. കണ്ട ഇത്രയും വലിപ്പമുള്ള, കറക്റ്റ് നമ്മുടെ മുട്ടിന്റെ അത്രയും വരുന്ന ഒരു സോക്സ് ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സെക്ഷനിലൊക്കെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ നല്ല ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു ഇതില് നമ്മുടെ ഷൂവിന്റെ ഉള്ളില് ഈ ഹെവി വിന്ററിലൊക്കെ കാലിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് തണുക്കും. അപ്പോൾ അതിന് പകരം
ഈ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാലിൻ്റെ അടി വാമായിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഈ ഒരു സോക്സിൻ്റെ ഉള്ളിൽ ബാറ്ററി കയറ്റണം. അപ്പോൾ ബാറ്ററി കയറ്റുന്നത് നോക്കാം. സോ നമ്മൾ ഈ ഒരു സോക്സിൽ ബാറ്ററി വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെയാണ് ബാറ്ററി. ആ ഒരു കവറിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് പോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്. അപ്പം നമ്മുടെ സോക്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ നിൽക്കും. നമ്മൾ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഓൺ ആവും. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ എന്ന് പറഞ്ഞ സംഭവം. അതായത് ഒരു വെറൈറ്റി സംഭവമായിട്ടുണ്ട്. നമ്മൾ ഇന്നേ വരെ കാണാത്ത, അതായത് നമ്മുടെ നാട്ടിലൊന്നും ഇതിന് വലിയ ഉപകാരമില്ല. ഇപ്പോൾ പുറത്ത് വരുമ്പോൾ വളരെ സ്നോയിലൊക്കെ ഒരുപാട് നേരം നിൽക്കണവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഇത് ഞാൻ ഇവിടുത്തെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്ര നേരം ഇത് ഓൺ ആക്കിയിട്ടപ്പോഴേക്കും ചെറിയ ചൂട് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടേക്കും. ഇവിടെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് ഓഫ് ചെയ്തിടാം. സോ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ എത്തിക്കണം എന്ന് വിചാരിച്ചത്. അതായത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി, ഒരു കൗതുകം തോന്നി. കാരണം നമ്മളാരും പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനെ പവർ ബാങ്ക് വെച്ചിട്ട് നമ്മുടെ കാലിൽ ഹീറ്റ് ചെയ്യണ ഒരു സോക്സ് എന്ന് പറയുമ്പോൾ അത് ഒരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.